ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ മുടി ഇങ്ങനെ പശു നക്കിയതുപോലെ ഇരിക്കുന്നത് ഞാനിന്ന് കുറച്ച് മുന്നേ കുളിച്ചതേ ഉള്ളൂ. തലയിലാണെങ്കിലും ഭയങ്കര ഡാൻഡ്രഫൊക്കെ ആയിട്ട് നമ്മുടെ കെറ്റോ കൊണസോൾ എന്ന് പറഞ്ഞൊരു ഷാമ്പു, അതെനിക്ക് പണ്ടെങ്ങാണ്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നെയാണ്. അത് തേച്ച് ഞാൻ നന്നായിട്ടൊന്ന് കുളിച്ച്, അതാണ് മുടി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് എനിക്ക് പണ്ട് ഒട്ടും ഇഷ്ടമല്ലായിരുന്നൊരു സാധനമാണ്, ഒരു ഫുഡുണ്ട്, അതാണ് പാനിപൂരി. പാനിപൂരി ഞാനിന്ന് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്നലെ ഞാനും വസും കൂടെ രാമചന്ദ്രയിൽ പോയപ്പോൾ ഞാൻ വസുവിൻ്റെ അടുത്ത് നമുക്ക് പാനിപൂരി മിക്സ് വാങ്ങിച്ചാലാന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞത് എൻ്റെ മുന്നിൽ അത് പാസ്തയുടെ സെക്ഷനിൽ ഒരു പാക്കറ്റ് പാനിപൂരി ഇരിക്കുന്നത്. ദാ ഈ ഒരു പാക്കറ്റ് പാനിപൂരി അത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഇവിടെ നമുക്ക് എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞതാണോ നോക്കിയപ്പോൾ ഇല്ല, കുഴപ്പമില്ല. അങ്ങനെ ഞാനിന്ന് പാനിപൂരി ഉണ്ടാക്കാൻ വേണ്ടി, പണ്ടാണെങ്കിൽ എനിക്ക് ഒട്ടുമേ ഇഷ്ടമല്ല, അനാമോന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പുറത്ത് പോകുമ്പോൾ അനാമോ ഇത് വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഞാൻ ടേസ്റ്റ് പോലും ചെയ്യൂല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലാത്ത സാധനമായിരുന്നു പാനിപൂരി. പിന്നെ പിന്നെ ഞാൻ പയ്യെ പയ്യെ കഴിച്ചു വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? പാനിപൂരി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വയ്ക്കാനുള്ള സാധനം ഇതിൽ മറ്റേ എന്തോ ഉണ്ട്, പൂരിയുണ്ട്, പിന്നെ മറ്റേ വെള്ളം ഉണ്ടാക്കാനുള്ള സാധനമുണ്ട്, പിന്നെ അതിൻ്റെ അകത്തുള്ള സ്റ്റഫ് ചെയ്യാനുള്ള പൊട്ടറ്റോ ഇവിടെ ഗ്യാസിൽ വെച്ചേക്കാണ്. അതിനി ബോയിലായി കിട്ടിയിട്ട് വേണം ബാക്കിയുള്ള ചെയ്യാൻ. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബസ് ആണെങ്കിൽ കുറച്ച് മുന്നേ ഇത് തുറന്നു നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ തുറന്നു നോക്കാമെന്ന്. ഓക്കെ, ഞാൻ ഇന്നലെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുകയാണ്. എനിക്കിത് തുറന്നു നോക്കിയാൽ മതി. ഈ ബാക്കിൽ എഴുതിയിരിക്കുന്ന സീസണിങ് എന്നും മിൻറ്റ് മിക്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കിതൊന്ന് തുറന്നു നോക്കിയാൽ മതി, അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഒരു സൗണ്ട് കേൾക്കും ഗൈസ്, ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചിരുന്ന ഇത് പൊട്ടറ്റോ ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്താണ് എന്തോ പൂരി, ഇത് മിൻറ്റ് പൗഡർ, ഇതിലെല്ലാം ഉണ്ട് കേട്ടോ. മിൻറ്റ് പൗഡറും വെള്ളവും പിന്നെ സീസണിങ് ആയിരിക്കും ബാക്കിലുള്ളത്. അയ്യോ, ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ അടുക്കളയിൽ കയറിയിട്ട് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്വീറ്റ് ടാമറിൻഡ് ചട്നി, ഇത് റെഡി ടു യൂസ് ആണ് കേട്ടോ, വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു മിൻറ്റ് പൗഡർ വെള്ളത്തിൽ കലക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പേടി. ഞാൻ എന്നെ വരെ പപ്പടം പോലും ഉണ്ടാക്കിയിട്ടില്ല. ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുമെന്ന് എനിക്കറിയില്ല. അതിനിടയ്ക്ക് അമ്മ വന്നാൽ മതിയായിരുന്നു. പിന്നെ നമ്മുടെ പൊട്ടറ്റോയിലിടാനുള്ള സീസണിങ്. പിന്നെ ഇത് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ്, ഞാൻ എന്തിനാണ് പൊട്ടറ്റോ എന്ന് പറയുന്നത്, പൊട്ടറ്റോയിലിടാനുള്ള ഇത് വീണ്ടും പൊട്ടറ്റോ ഉരുളക്കിഴങ്ങിലിടാനുള്ള ഇത് സവാള. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇനി കുറച്ച് ചെയ്തെടുക്കണം, എന്താണ് ഉടച്ചെടുക്കണം ഗൈസ്. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ഞാൻ ബോയിൽ ചെയ്ത് കുറച്ച് കൂടുതൽ ബോയിലായിപ്പോയോ എന്നൊരു ഡൗട്ടില്ല, കറക്റ്റാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ബോയിൽ ചെയ്ത പരുവം കറക്റ്റായിരുന്നു. കാരണം ഞാനിങ്ങനെ വെട്ടിട്ട് എടുത്തപ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് അതിൻ്റെ ആ തോല് ഊരി വന്നു. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മുടെ എന്താണ് സവാള ഇടാം. പക്ഷേ ഇങ്ങോട്ടോ, സവാള നമ്മൾ ഒരുപാട് സവാള ഫാൻ അല്ലാത്തത് കൊണ്ടാണ് സവാള കുറച്ചെടുത്തത്. ഇത്ര മതിയായിരിക്കും അല്ലേ എന്ത് തോന്നാണ്? ഓക്കെ, ഇത്ര മതിയായിരിക്കും. ഞാൻ മുഴുവനും ഇട്ടില്ല. മതി, കറക്റ്റ് തന്നെ. ഇനി നമുക്ക് ഇത് സീസണിങ് ഇതിൽ വച്ചിരുന്നതാണ്, ഇതിലിടാനുള്ളതാണെന്നാണ് അതിൽ കൊടുത്തിരുന്നത്. അപ്പോൾ ആയിരിക്കും. ഒന്നുകൂടെ വായിച്ചു നോക്കാം. പൊട്ടറ്റോ സ്റ്റഫിങ്, ആഡ് 1 ചോപ്ഡ് ഒനിയൻ ഒന്നും ഇട്ടില്ല. പിന്നെ എന്താ ആച്ചി സീസണിങ് ആൻഡ് കറക്റ്റ്. ഇതിൽ ഉപ്പുണ്ടാവും, നോക്കി നോക്കാം. അതിന് നല്ല ഉപ്പുണ്ട്, ഉപ്പിടാതെ നന്നായി. നമുക്കിത് മിക്സ് ചെയ്യാം. ഇതാ കുറച്ചേ ഉള്ളൂ, ഇത്രയും മതി. ഞാനിപ്പോൾ ഏതാണ്ട് അമ്മേനെ പോലെയൊക്കെ ആയി ഗൈസ്. എല്ലായിടത്ത് എരിവിൻ്റെ കാര്യത്തിൽ ഞാൻ അമ്മയുടെ ലെവലിൽ ഒരിക്കലും എത്തൂല. കാരണം അമ്മ എരിഞ്ഞ് നമ്മളിവിടെ ഓടിക്കും. അങ്ങനെയല്ല, ഈ മാഗിയുടെ മസാലയൊക്കെ കാണുമ്പോൾ പണ്ട് അമ്മയ്ക്ക് കുറച്ച് പേടിയായിരുന്നു മുഴുവൻ എടുത്ത് തട്ടാൻ. ഇതുപോലെ ആയി ഞാനും. മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഈ സാധനം പൊരിക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ ഇത് എങ്ങനെ പൊരിക്കുമെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ പപ്പടം പോലും പൊരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതെങ്ങനെ ആവുമെന്ന് അമ്മ വരുന്നവരെ വെയിറ്റ് ചെയ്യാനായിട്ട് അമ്മ ഇതുവരെ വന്നില്ല. സോ ഇത് എനിക്ക് തന്നെ ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോൾ നമുക്കിനി പാൻ എടുത്ത് വെച്ചിട്ട് എണ്ണ ചൂടാക്കാം.
ടൈമിംഗ് എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ് വായിൽ ഇതിട്ടതേ ഉള്ളൂ. അമ്മ നാക്കിട്ടതേ ഉള്ളൂ. കേൾക്കുമെന്ന് ഞാൻ മൈക്കെടുത്തു അപ്പൊ കറക്റ്റ് സമയത്തിന് തന്നെ അമ്മ വന്നു. അപ്പൊ എനിക്ക് ഇന്നും ഇത് പൊരിക്കേണ്ടി അവസ്ഥ വന്നില്ല. അമ്മ കേറി വന്ന ഉടനെ ഞാൻ അടുക്കളയിൽ കയറാൻ പറഞ്ഞു. ജസ്റ്റ് ബാഗ് വെച്ചാൽ ആ അടുക്കളയിൽ കയറി. എനിക്കൊരു ഗ്ലാസ് ചായ ഇട്ടിരണമെന്നില്ല. അയ്യോ, എന്താണ് ചായ ഇട്ട് എന്നിട്ടുള്ളത്? ഓർക്കാതെ എടുത്ത് അതിൽ ഇടല്ലേ. അതിൻ്റെ അകത്തുള്ള സാധനം ഇതാണ്. 25 ഉണ്ട്. നമ്മൾ കടയിൽ പോയിട്ട് 5 50 രൂപ കൊടുക്കണം. ഇത് 25 ഈ സെറ്റ് വാങ്ങാനായിട്ട് എത്ര 45 രൂപയായതേ ഉള്ളൂ. ഭയങ്കര ലാഭം. ഞാൻ പറയാൻ വിട്ടുപോയി, അമ്മ ഈ സാധനം കഴിച്ചിട്ടില്ല. കൈസ് ആദ്യമായിട്ടാണ് അമ്മ പാനിപൂരി ഇപ്പൊ കഴിക്കാൻ പോകുന്നത്. എന്തൊരു നിഗമനം അനുസരിച്ച് അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെടൂല. ഞാൻ കഴിക്കാത്തത് കാരണം ഇങ്ങനത്തെ ടേസ്റ്റ് ഒന്നും അമ്മയ്ക്ക് ഭയങ്കര നോർമൽ ആയിട്ടുള്ള ടേസ്റ്റുകൾ മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. ഇത് കുറച്ച് അബ്നോർമൽ അല്ലേ. അമ്മയല്ലേ ഇപ്പൊ എടുത്തൊഴിച്ചത്. അത് തിളച്ച എണ്ണയിലോട്ട് വേണം എടുത്തൊഴിക്കാൻ. വലുതായി. അയ്യോ, തെറിക്കോ? എനിക്ക് അറിഞ്ഞൂടാ. മതി 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 കഴിക്കോ. കൊറേ ഇടായിരുന്നു അല്ലേ? അയ്യോ, തെറിക്കോ? അത് മറിയല്ല. അമ്മ നല്ല കരിയണം. കുറച്ചല്ലേ വെച്ചിരിക്കണേ. അത് പെട്ടെന്ന് പെട്ടെന്ന് ഇത് ചെയ്തിടുക കേട്ടോ. അത് അറ്റത്തത് ശരിയായില്ല. അറ്റത്തത് പരുവായില്ല. ഇതാ അത് കുഞ്ഞായി പോയി. ഇതല്ലേ? പെട്ടെന്ന് പെട്ടെന്ന് ആവണല്ലേ. നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട്. പക്ഷെ കുറേയൊക്കെ കരിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോ ഇനി നമ്മൾ നമ്മുടെ മെയിൻ സാധനം മെയിനല്ല, എല്ലാം മെയിനാണല്ലോ. ഇനി നമുക്ക് നമ്മുടെ മിൻറ്റ് വെള്ളം ഉണ്ടാക്കാം. ഇതിൻ്റെ അളവൊന്നും ഒരു പിടിയുമില്ല. കറക്റ്റ് ആണോ അല്ലേ എന്നൊന്നും ഒരു ഊഹത്തിന് എടുത്ത് തട്ടുവാണ്. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്കും എൻ്റെ അളവ് പറഞ്ഞുകൂടാ. പിന്നെ എന്ത് ചെയ്യും. നല്ല പണം പറഞ്ഞുണ്ട് കേട്ടോ കടയിൽ. ഓക്കെ, ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യാം. അതിന് മുന്നേ ഇനി വേറൊരു സാധനവും കൊണ്ടുണ്ട്. നേരത്തെ നമ്മുടെ ചട്നി ഇതും കൂടെ എടുത്ത് പാത്രത്തിലാക്കിയിട്ട് നമുക്ക് പോയി ഇത് ചെയ്യാം. എന്താണ്, ഹോളിൽ പോയിരുന്ന് കഴിക്കാം. കൊള്ളായിരിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സത്യം പറഞ്ഞാൽ കൊള്ളായിരിക്കും അല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, പൊട്ടറ്റോ വയ്ക്കാം. കുറച്ചുകൂടെ പൊട്ടറ്റോ വയ്ക്കാം. വേണ്ടല്ലേ? ഇനി എന്തോന്ന്, ഇത് കുറച്ചൊഴിക്കാം. ഇതൊക്കെ അവരൊക്കെ തന്നെ എടുത്തിട്ട് ഇനി എന്ത് ചെയ്യാ? ഇത് ഇങ്ങനെ എടുത്ത് മുക്കാനാ? അയ്യോ, ആരടുത്ത് പറയണ, ഞാൻ മുക്കി കഴിക്കാം. കളഞ്ഞ കഴിക്കുന്ന രുചി തന്നെ. അമ്മയ്ക്ക് ഒരു വിശ്വാസം പറഞ്ഞില്ല കേട്ടോ എൻ്റെ മുഖം കണ്ടിട്ടോ. ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. നല്ല രുചിയുണ്ട്. പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. ഞാൻ അമ്മയ്ക്ക് എടുത്തു തരാം. അമ്മയ്ക്ക് വേറെ നല്ല കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ടുള്ള എടുത്തു തരാം. അപ്പൊ ഇത് അമ്മയ്ക്കുള്ളതാണ്. കഴിക്കണേ കേട്ടോ, തുപ്പരുത്. ഒരെണ്ണം എന്തായാലും കഴിച്ചേ പറ്റൂ. ഇഷ്ടപ്പെട്ടില്ലേ? ഒട്ടും ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, അമ്മ കൊണ്ടുപോയി തുപ്പിയത്. സോ ബാഡ്, വെരി ബാഡ്. എന്തായാലും അപ്പോ വാ ഇങ്ങോട്ട്. എന്ത് തോന്നി? എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഞാൻ ബസ്സും കൂടെ ഇത് മുഴുവൻ കഴിച്ച് തീർക്കാൻ പോവാണ്. 25 ഉണ്ടാക്കി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.